അർജുനൻ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, ആ ബ്രഹ്മം എന്താണ്? അധ്യാത്മം എന്താണ്? കർമ്മം എന്ത്? അധിദൈവം എന്ത്? കൃഷ്ണ, അധിയജ്ഞൻ ആരാണ്? ഈ ദേഹത്തിൽ എങ്ങനെയാണ്? മരണകാലത്തിൽ മനസ്സിനെ നിയന്ത്രിച്ചിട്ടുള്ളവർ അങ്ങയെ എങ്ങനെ അറിയുന്നു? കൃഷ്ണൻ പറഞ്ഞു, അനശ്വരവും സർവോത്കൃഷ്ടവുമായിട്ടുള്ളതാണ് ബ്രഹ്മം. ബ്രഹ്മത്തിന്റെ ഭാവമാണ് അധ്യാത്മം. സർവഭൂതങ്ങളുടെയും ആവിർഭാവത്തിനും അഭിവൃദ്ധിക്കും കാരണമായുള്ള യജ്ഞമാണ് കർമ്മം. അർജുന, നശ്വരങ്ങളായ പദാർത്ഥങ്ങൾ അതിഭൂതമാണ്. വിരാട് പുരുഷനെ അധിദൈവം എന്ന് പറയുന്നു. ഈ ശരീരത്തിൽ ഞാൻ തന്നെയാണ് അധിയജ്ഞനായിരിക്കുന്നത്. മരണകാലത്തിൽ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരത്തെ ത്യജിച്ചു പോകുന്നവൻ എൻ്റെ ഭാവത്തെ പ്രാപിക്കുന്നു. ഇതിൽ സംശയമില്ല. മരണകാലത്തിൽ അവൻ ഏതൊരു ഭാവത്തെ സ്മരിച്ചുകൊണ്ട് ദേഹത്തെ വെടിയുന്നുവോ എപ്പോഴും ആ ഭാവത്തെ തന്നെ വിചാരിച്ചുകൊണ്ട് അതിനെ തന്നെ പ്രാപിക്കുന്നു. അതുകൊണ്ട് എല്ലായ്പ്പോഴും നീ എന്നെ തന്നെ സ്മരിക്കുക. അങ്ങനെ നീ യുദ്ധം ചെയ്യുക. മനസ്സും ബുദ്ധിയും എന്നിൽ സമർപ്പിച്ചാൽ നീ എന്നെ തന്നെ നിസ്സംശയം പ്രാപിക്കും. അർജുന, അഭ്യാസം കൊണ്ടുണ്ടായ ഏകാഗ്രതയോടുകൂടി മറ്റൊന്നിനെപ്പറ്റിയും വിചാരിക്കാതെ ദിവ്യമായ പരമപുരുഷനെ സ്മരിക്കുന്നവൻ ആ പുരുഷനെ തന്നെ പ്രാപിക്കുന്നു. മരണകാലത്തിൽ പ്രാണവായുവിനെ പുരികങ്ങൾക്കിടയിൽ ശരിയായി നിർത്തി നിശ്ചല മനസ്സോടും ഭക്തിയോടും ധ്യാനശക്തിയോടും കൂടി സർവജ്ഞനും അനാദ്യനും സർവ നിയന്താവും അണുവിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ളവനും സർവസംരക്ഷകനും വിചാരിച്ചറിവാൻ വയ്യാത്ത രൂപത്തോടു കൂടിയവനും ആദിത്യനെ പോലെ ശോഭിക്കുന്നവനും അജ്ഞാനത്തെ അതിക്രമിച്ചവനുമായ പുരുഷനെ സ്മരിക്കുന്നവൻ ദിവ്യമായ ആ പരമാത്മാവിനെ പ്രാപിക്കുന്നു. ദേവന്മാർ ഏതൊന്നിനെ അനശ്വരമെന്ന് പറയുന്നുവോ, രാഗദ്വേഷങ്ങളില്ലാത്ത മുനികൾ ഏതൊന്നിനെ പ്രാപിക്കുന്നുവോ, ഏതൊന്നിനെ ആഗ്രഹിച്ചിട്ട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നുവോ ആ പദത്തെ ചുരുക്കത്തിൽ ഞാൻ നിന്നോട് പറയാം. സർവേന്ദ്രിയങ്ങളെയും അടക്കി മനസ്സിനെ മനസ്സിൽ നിന്ന് വെളിയിൽ വിടാതെ തടുത്ത് പുരികങ്ങൾക്കിടയിൽ പ്രാണവായുവിനെ നിർത്തി യോഗാവസ്ഥയെ അവലംബിച്ച് മഹത്തായ ഓം എന്ന ഏകാക്ഷരത്തെ ഉച്ചരിച്ച് എന്നെ സ്മരിച്ചുകൊണ്ട് ദേഹം വെടിഞ്ഞു പോകുന്നവൻ പരമഗതിയെ പ്രാപിക്കുന്നു. അർജുന, മനസ്സ് മറ്റൊന്നിലും പ്രവേശിക്കാതെ ഏതു ദിവസവും ഏതു സമയവും എന്നെ സ്മരിച്ചുകൊണ്ട് സദാ ഏകാഗ്രചിത്തനായിരിക്കുന്ന യോഗിക്ക് എന്നെ എളുപ്പത്തിൽ പ്രാപിക്കുവാൻ കഴിയും. ഉത്കൃഷ്ടമായ സിദ്ധിയോടുകൂടി എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ ദുഃഖപൂർണവും നശ്വരവുമായ പുനർജന്മത്തിൽ പ്രവേശിക്കുകയില്ല. അർജുന, ബ്രഹ്മലോകം മുതൽക്കുള്ള എല്ലാ ലോകങ്ങളും വീണ്ടും വീണ്ടും ജനിക്കുന്നുണ്ട്. എന്നെ പ്രാപിച്ചവർക്കാകട്ടെ പിന്നീട് ജനിക്കേണ്ടി വരികയുമില്ല. 1000 ചതുർയുഗങ്ങൾ കൂടിയതാണ് ബ്രഹ്മാവിന് പകലെന്നും അത്രയും ചതുർയുഗങ്ങൾ കൂടിയതാണ് രാത്രിയെന്നും അറിയുന്ന ജനങ്ങളാണ് രാവും പകലും അറിയുന്നവർ. ബ്രഹ്മാവിന് പകൽ ആരംഭിക്കുമ്പോൾ അവ്യക്തത്തിൽ നിന്ന് സർവ വ്യക്തികളും ആവിർഭവിക്കുന്നു. രാത്രി ആരംഭിക്കുമ്പോൾ അവ്യക്തം എന്ന് പറയുന്നതിൽ സർവ വ്യക്തികളും ലയിക്കുന്നു. അർജുന, ഈ സർവഭൂതങ്ങളും വീണ്ടും വീണ്ടും ജനിക്കുകയും രാത്രിയാകുമ്പോൾ ലയിക്കുകയും പകൽ തുടങ്ങുമ്പോൾ പരാധീനതയാൽ പിന്നെയും ജനിക്കുകയും ചെയ്യുന്നു. ആ അവ്യക്തത്തിൽ നിന്ന് വേർപെട്ട് അഗോചരമായി ശാശ്വതമായുള്ള ആ പരമഭാവം സർവഭൂതങ്ങളും നശിച്ചാലും നശിക്കയില്ല. അവ്യക്തവും അനശ്വരവുമായിട്ടുള്ളതിനെയാണ് പരമാവസ്ഥ എന്ന് പറയുന്നത്. ഏതൊന്നിനെ പ്രാപിച്ചാൽ തിരിച്ചു പോകേണ്ടതില്ലയോ അതാണ് എൻ്റെ മഹത്തായ സ്വരൂപം. അർജുന, സർവഭൂതങ്ങളും എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രപഞ്ചം മുഴുവൻ എന്നാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ആ പുരുഷനായ എന്നെ ഏകാന്ത ഭക്തി കൊണ്ട് പ്രാപിക്കാവുന്നതാണ്. അർജുന, ഏത് കാലത്ത് ദേഹത്യാഗം ചെയ്ത യോഗികൾ ജന്മത്തെ ആവർത്തിക്കുന്നില്ല എന്നും ജന്മത്തെ ആവർത്തിക്കുന്നത് ഏത് കാലത്തെന്നും ഞാൻ പറയാം. അഗ്നിയുടെയും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും ശുക്ലപക്ഷത്തിൻ്റെയും 6 മാസങ്ങളോടുകൂടിയ ഉത്തരായനത്തിൻ്റെയും വഴിക്ക് ദേഹം വെടിഞ്ഞു പോകുന്നവർ ബ്രഹ്മജ്ഞാനികളാകയാൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ധൂമത്തിൻ്റെയും രാത്രിയുടെയും കൃഷ്ണപക്ഷത്തിൻ്റെയും 6 മാസങ്ങളടങ്ങിയ ദക്ഷിണായനത്തിൻ്റെയും വഴിക്ക് ദേഹം വെടിഞ്ഞു പോകുന്ന യോഗി ചന്ദ്രപ്രകാശത്തോടുകൂടിയ സ്വർഗത്തെ പ്രാപിച്ച് വീണ്ടും ജനിക്കുന്നു. ശുക്ലമാർഗേണയും കൃഷ്ണമാർഗേണയുമുള്ള ഈ 2 ഗതികളും പ്രപഞ്ചത്തിൽ ശാശ്വതമായിട്ടുള്ളതാണ്. അവയിൽ ഒന്നിൽ കൂടിയുള്ള ഗതിയാൽ മോക്ഷത്തെയും മറ്റേതിൽ കൂടിയുള്ള ഗതിയാൽ പുനർജന്മത്തെയും പ്രാപിക്കുന്നു.
അർജുന, ഈ മാർഗങ്ങളെ അറിയുന്ന ഏതൊരു യോഗിയും മോഹിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ കാലത്തിലും ഏകാഗ്രചിത്തനായി ഭവിച്ചാലും. വേദേഷു യജ്ഞേഷു തപശ്ചൈവ ദാനേഷു യൽ പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിതം വിദിത്വാ യോഗീ പരം സ്ഥാനമുപൈതി ചാദ്യം. ഇതിനെ അറിഞ്ഞ് വേദങ്ങളിലും യജ്ഞങ്ങളിലും തപസ്സുകളിലും ദാനങ്ങളിലുമുള്ള ഏത് പുണ്യഫലത്തെ ഉപദേശിച്ചിരിക്കുന്നുവോ അത് മുഴുവനും യോഗി പിന്തള്ളിക്കളയുന്നു. എന്നിട്ട് പുരാതനമായ പരമപദത്തെ പ്രാപിക്കുന്നു. അക്ഷരബ്രഹ്മയോഗം എന്ന 8-ാം അധ്യായം സമാപ്തം. ഓം നമോ ഭഗവതേ വാസുദേവായ.